ഒരു അപകട വാർത്തയിലേക്കാണ്. പക്ഷേ ഈ വലിയ ആശങ്കയ്ക്കില്ല, എന്നാൽ ആശങ്ക കാര്യമുണ്ടെന്ന് വെച്ചാൽ ആശങ്ക കാര്യമുണ്ട്. എന്നാൽ വലിയൊരു ആശങ്കയിലേക്ക്, വലിയൊരു അപകടത്തിലേക്കൊക്കെ പോകുമായിരുന്നു. അത് തലനാരിഴയ്ക്ക് മാറി എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ KSRTC സ്വിഫ്റ്റ് ബസ്സിന് തീ പിടിച്ചു എന്നുള്ളതാണ്. കോഴിക്കോട് തിരുവനന്തപുരം ബസ്സിനാണ് തീ പിടിച്ചത്. ഈ അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഇത് എപ്പോഴായിരുന്നു ഈ വാഹനത്തിന് തീ പിടിച്ചത്? എന്താണ് അപകട കാരണമെന്നാണ് നിലവിലെ പ്രാഥമിക വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. ആറ്റിങ്ങൽ മാമം എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ KSRTC സ്വിഫ്റ്റ് ബസ്സിന് തീ പിടിച്ചത്. ഇത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ബസ്സായിരുന്നു. ഈ ബസ്സിന്റെ പുറകിലെ ടയറിൽ നിന്ന് പുക ഉയരുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ഡ്രൈവർ വണ്ടി നിർത്തി. പിന്നീട് ഈ പുക ഉയർന്ന് തീ പിടിച്ച് ബസ് പൂർണ്ണമായും തീ കത്തുന്ന സാഹചര്യം ഉണ്ടായി. 30ഓളം യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ഈ പുക ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ഇവരെയൊക്കെ പുറത്തിറക്കിയത് കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ആറ്റിങ്ങലിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി. ആദ്യം ചെറിയ രീതിയിൽ ഈ ടയറിന്റെ ഭാഗത്തു നിന്നാണ് പുക ഉയർന്നിരുന്നെങ്കിൽ പിന്നീട് അത് വലിയ രീതിയിൽ ആളി കത്തുന്നത് കണ്ടു. ഈ ബസ്സിന്റെ ഉള്ളു മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ആറ്റിങ്ങൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ആ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. ശരി അർജുൻ, നമ്മൾ ഈ ദൃശ്യങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാതെ എന്തോരം വലിയ അപകടമായിരുന്നു എന്ന്. വലിയ തീപിടുത്തമായിരുന്നു. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് വലിയൊരു അപകടം. അത് അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയെന്ന് പറയും. ഇപ്പം അർജുൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 10-30ഓളം യാത്രക്കാരുണ്ടായിരുന്നു അതിനകത്ത്. എല്ലാവരെയൊക്കെ നേരത്തെ പുറത്തിറങ്ങിയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി, തലനാരിഴയ്ക്ക് ഒഴിവായി. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.